ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ പാല് കറക്കുന്ന വീഡിയോസ് എടുത്തിട്ട് കുറേ ദിവസമായിട്ടാണ്. അപ്പം ഇന്ന് അപ്പോൾ പാല് കറക്കുന്നുണ്ട്. കഴിഞ്ഞൊന്ന് നന്നായി വൈകിട്ടാണ്. 6 മണിക്കാണ് ഇപ്പോൾ എണീറ്റത്. ഉറക്കത്തിൽ പെട്ടുപോയി. രണ്ടാളും ഉറക്കത്തിൽ പെട്ടുപോയി. ന്യൂസൊക്കെ വെച്ചിട്ടാണ് മൂപ്പര് പാല് കറക്കുന്നത് കേട്ടോ. എത്ര വൈകിയാലും തൊഴുത്തൊക്കെ വേണ്ട. അതുപോലെ അടിപൊളിയായി ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം മാത്രമായിട്ട് പാല് കറക്കുള്ളൂ. നമ്മൾ ഇന്നലെ രാത്രി ഒരു 9 മണി സമയമൊക്കെ ആയപ്പോൾ ഞാനിതാ ഇവിടെ വന്ന് ഇവിടെയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവർ രാത്രിയൊക്കെ ഇവിടെ നിന്ന് ഫുൾ അലമ്പായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ രാത്രി 9 മണിക്ക് ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കാം. എന്താണ്ട ഈ ഒരു ഡ്രം വെള്ളം അപ്പോൾ കഴുകി 1/2 ഡ്രം വെള്ളം ആക്കിയതാണ് കേട്ടോ. നമുക്ക് വെള്ളം കയ്യിലാക്കാനാ. ഞാനിതുപോലെ പാല് കറക്കണതൊക്കെ അപ്പോൾ കറക്കണതൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ ആയിട്ടോ. കാരണം ഞാൻ എണീക്കുമ്പോഴേക്കും അപ്പോൾ പാല് കറന്ന് സൊസൈറ്റിയിൽ പോയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് പിന്നെ അപ്പോൾ ലേറ്റായി എണീറ്റതുകൊണ്ട് പാല് കറക്കുന്നതൊക്കെ ഇതാ കാണാൻ പറ്റി. വരുമ്പോഴേക്കും തന്നെ അപ്പോൾ തൊഴുത്തൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പണിയാണ്. നമുക്ക് ക്ലീൻ ചെയ്യൽ, വളം വാരി മാറ്റെടുത്ത് മാറ്റി വെള്ളം ഒഴിച്ച് അടിച്ച് കഴുകി വൃത്തിയാക്കി ഇടൽ നല്ലൊരു ടാസ്ക് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞങ്ങൾ പോത്തൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മൾ രണ്ടാളും 5:30 എണീറ്റ് പോത്തിൻ്റെ അവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും അപ്പോൾ പാല് കറക്കും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ പോത്തില്ലാത്തതിന് ശേഷം പോത്തിന് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെയാണ് രാവിലെ എണിച്ച് പാല് കറക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചു പശു വാങ്ങിക്കുന്നില്ലേന്ന്. പശു വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് പെരുന്നാളിൻ്റെ സമയത്ത് ഒരു ട്രിപ്പ് ഉണ്ട് കേട്ടോ. അത് കഴിയാണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പശു നോക്കാൻ ആരുമില്ല. 2 പശു ആകുമ്പോൾ നമുക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു പശു ആകുമ്പോൾ നോക്കാനുള്ള ആളിപ്പോൾ ഇവിടെ ഉണ്ട്. 2 പശു ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് അടുത്ത പശു മേടിക്കുകയുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതൊറ്റ കാരണം കൊണ്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൊറാപ്പോത്തും വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഡെയിലി നമ്മൾ ഇട്ട വീഡിയോസൊന്നുമല്ല ഇടുന്നത്, വേറെ വീഡിയോസാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഔട്ടിംഗ് വ്ലോഗുകൾ, നമ്മൾ പശു ജീവിതത്തിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇതുപോലെ പാലൊക്കെ കറന്ന് 7 മണിയാകുമ്പോൾ അപ്പോൾ സൊസൈറ്റിയിൽ കൊണ്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾക്ക് എവിടേക്കെങ്കിലും പോകാനും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. അപ്പോൾ അതും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഓട്ടപ്പാച്ചിലുകളും പശുജീവിതമൊക്കെ ആട്ടെ ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കുഞ്ഞു പശു നിൽക്കുന്നവിടെ മാത്രം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ എന്താ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് നമ്മുടെ പശുക്കളിനെ കെട്ടിയിടുന്ന അവിടെയൊക്കെ വൃത്തിയാക്കിയത്. അപ്പോൾ ഈ സൈഡ് വൃത്തിയാക്കാൻ പേടിയാണ് കേട്ടോ. അത്ര ലൈറ്റ് വെളിച്ചില്ലാത്തതുകൊണ്ട് കുഞ്ഞു ഇവിടെ നിന്നിട്ട് വളമൊക്കെ ഇട്ടിട്ട് വൈക്കോലും വളവും കൂടെ മണ്ണിൽ മിക്സായിട്ട് അടിച്ചിട്ട് വരുന്നില്ല കേട്ടോ. അത് നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചൂല് കൊണ്ട് തന്നെ നല്ല ഫോഴ്സായിട്ട് അടിച്ചമർത്തിയിട്ടാണ് കളയുന്നത്. എനിക്ക് എപ്പോഴും എല്ലാ ഭാഗവും നല്ല വൃത്തിയായി കിടക്കണം. കാരണം നമ്മൾ പശുക്കളിനെ കെട്ടിയിടുന്നതല്ലേ. അപ്പോൾ വളം ഇട്ടതിൻ്റെ മേലെ തന്നെ വൈക്കോലും കിടന്ന് അതിൻ്റെ മേലെ തന്നെ അവർ നിൽക്കുമ്പോൾ അതിൻ്റെ കുളമ്പിലൊക്കെ വളം കയറി അവർക്ക് പല രീതിയിലുള്ള ഇപ്പോൾ കുളമ്പ് രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അപ്പോഴും അതിൻ്റെ കുളമ്പിലുള്ള വളങ്ങൾ നമ്മൾ കഴുകി കളഞ്ഞ് വൃത്തിയാക്കി നിർത്തുക. വളം ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് വാരി കളയുക. അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വീണ്ടും തൊഴുത്ത് കഴുകുന്നതാണ് കേട്ടോ. അവൾ വളമൊക്കെ ഇട്ടിട്ട് വീണ്ടും പണി വന്നിട്ട്. പിന്നെ ഒന്നാമത് പാല് കറന്ന് കഴിഞ്ഞാൽ പാല് കണ്ട നമ്മൾ കറക്കുമ്പോൾ കുറച്ച് തുള്ളികളൊക്കെ നിലത്ത് വീഴുമല്ലോ. അതങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവിടെ ഈച്ചയും കൊതുകൊക്കെ വന്ന് ഭയങ്കര ശല്യമായിരിക്കും കേട്ടോ പശുക്കൾക്ക്. അപ്പോൾ പാലൊക്കെ താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും വെള്ളം ഒഴിച്ച് കഴുകുക കേട്ടോ. നമ്മളിതാ വെള്ളം പോകുന്നവിടേക്ക് ചൂല് കൊണ്ട് ആക്കണം. വെള്ളം നല്ല ഫോഴ്സിൽ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പശുവിനെയൊക്കെ കഴുകി വൃത്തിയാക്കിയത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. അതുകൊണ്ടാണ് അവിടേക്ക് ഇങ്ങനെ തുറന്നു വിടുന്നത്. അപ്പോൾ നല്ല ഫോഴ്സിൽ വെള്ളം ഇറങ്ങിപ്പോലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ വെള്ളം എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് പുറത്തു കൊണ്ട് കെട്ടുള്ളൂ കേട്ടോ. കണ്ട അവളുടെ മേലെ നിന്ന് അങ്ങനെ ചളിയാണ് ഇറങ്ങുന്നത്. അപ്പോഴേക്കും അവൾ വീണ്ടും വളം ഇട്ടു കേട്ടോ. അതും നമ്മൾ നന്നായി അടിച്ച് വാരി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിഞ്ഞു വിട്ടതുകൊണ്ട് തന്നെ വേഗത്തിൽ വെള്ളം പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അഴിച്ച വെള്ളം പുറത്ത് കെട്ടുന്നത്. പുറത്ത് കെട്ടുമ്പോൾ നന്നായിട്ട് ഉണങ്ങുകയും ചെയ്യും. തൊഴുത്തും ഉണങ്ങും, അവളും പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ കൊതുക് തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ട് രാവിലെ പാല് ഇറക്കാൻ ഇരിക്കുക, അല്ലെങ്കിൽ കൊതുക് കടിച്ചിട്ട് കറക്കാനും കഴിയില്ല കേട്ടോ. അപ്പോൾ ഇവരിവിടെ നിൽക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ എപ്പോഴും നീറ്റാക്കി ഇടും, അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇടും കേട്ടോ. അവർ മൂത്രമൊഴിച്ചും വളമിട്ടും വൈക്കോലിലൊക്കെ ചവിട്ടിക്കൂട്ടി വൃത്തികേടായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും നീറ്റാക്കി ഇടുക. എന്നാലാണ് നമ്മൾ എത്ര വൃത്തിയായിട്ട് പശുക്കളെ നോക്കണം അത്രയും അസുഖങ്ങൾ അവർക്ക് കുറയും കേട്ടോ.
അപ്പോൾ ഇതാ പാൽപാത്രമൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകാൻ പോവുകയാണ്. ഇനി നമുക്ക് കുഞ്ഞൂനും അമ്മൂനുള്ള തവിടൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം. അതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.